എല്ലാവർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ ഈ വീഡിയോയിൽ പറയുന്നത് ഒന്ന് രണ്ട് പേര് നമ്മളോട് ചോദിച്ച ഒരു സംശയത്തിനൊരു മറുപടിയാണ്. ഒരുപാട് പേര് ചോദിച്ചു അവർ ഈ ചാണകപ്പൊടിയും വേപ്പിൻ പിണ്ണാക്കും കടലപ്പിണ്ണാക്കും എല്ലാം കൂടെ പുളിപ്പിക്കാൻ വയ്ക്കും. ഒരു 10-15 ദിവസമൊക്കെ വയ്ക്കും. അപ്പോൾ വെച്ച് കഴിയുമ്പോഴത്തേക്ക് അതിൽ നിന്ന് പുഴു വരുന്നു നിറച്ച്. അതാണ് അവർ പറയുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്കത് ചെടിയുടെ മൂടിൽ കുഴിച്ചിടാനേ പറ്റത്തുള്ളൂ. ഡയറക്റ്റ് നമുക്ക് ഒഴിക്കുമ്പോഴത്തേക്ക് അതൊരു സ്മെല്ലുണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മളതിന് ചെയ്യേണ്ട ഒരു മാർഗ്ഗമാണ് ഇപ്പോൾ ഈ പറഞ്ഞു തരുന്നത്. നമ്മൾ മാക്സിമം ഞാനിപ്പോൾ ഇത് 1 ലിറ്റർ വെള്ളം പുളിപ്പിക്കുന്ന ഒരളവാണ് പറയുന്നത്. അപ്പോൾ നിങ്ങളത് എത്ര കൂടുതൽ അളവിൽ നിങ്ങൾക്ക് പുളിപ്പിക്കണമെങ്കിൽ നിങ്ങൾ കൂടുതൽ അളവിൽ വെള്ളം എടുത്തിട്ട് വേണം ഇത് പുളിപ്പിക്കാൻ. അല്ലെന്നുണ്ടെങ്കിൽ ഇത് കറക്റ്റ് ആവില്ല. ഇപ്പോൾ നമ്മൾ 1 ലിറ്റർ വെള്ളം എടുത്തൊന്ന് പുളിപ്പിക്കുകയാണെങ്കിൽ ആദ്യം നമ്മൾ കടലപ്പിണ്ണാക്കായാലും വേപ്പിൻ പിണ്ണാക്കായാലും ഒരു 50 ഗ്രാം വെച്ച് അല്ലെങ്കിൽ ഒരു പിടി എടുത്ത് നമ്മൾ കൈക്ക് വരുന്ന ഒരു പിടി ഇത് 3 കടലപ്പിണ്ണാക്കും വേപ്പിൻ പിണ്ണാക്കും എല്ലുപൊടിയും അല്ലെങ്കിൽ ചാണകപ്പൊടി എല്ലാം കൂടെ നമ്മൾ ഓരോ പിടി ഇട്ട് ആദ്യം 1 ലിറ്ററോ 2 ലിറ്റർ വെള്ളത്തിൽ ഒന്ന് പുളിപ്പിച്ചെടുക്കുക. പുളിപ്പിച്ച് 2, 3, 4, 5 ദിവസം വെച്ച് പുളിപ്പിച്ചതിന് ശേഷം നമ്മൾ അത് 3-4 ലിറ്റർ വെള്ളവുമായിട്ട് മിക്സ് ചെയ്ത് ഏകദേശം 5 ലിറ്ററെങ്കിലും ആക്കണം. പിന്നെ ഇതിൽ പുഴു ഉണ്ടാവാതിരിക്കാൻ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ എന്നും രാവിലെ ഇതിൻ്റെ മൂടി എടുത്തതിന് ശേഷം ഒരേ റൊട്ടേഷനിൽ നമ്മളിത് മിക്സ് ചെയ്യണം, നല്ലതുപോലെ മിക്സ് ചെയ്യണം. ഇപ്പോൾ നമ്മൾ ഈ വേപ്പിൻ പിണ്ണാക്കും കടലപ്പിണ്ണാക്കും എല്ലാം ഇട്ട് മിക്സ് ചെയ്താണ് വയ്ക്കണമെങ്കിലും എല്ലാ ദിവസവും രാവിലെ നമ്മളിതിനെ മൂടി എടുത്തതിന് ശേഷം ഒരു പ്രാവശ്യം ഒരു മിനിറ്റെങ്കിലും ഈ മിശ്രിതം നല്ലതുപോലെ ഒന്ന് വലത്തോട്ട് ഏതെങ്കിലും ഒരേ സൈഡിലോട്ട് മാത്രം ഒന്ന് മിക്സ് ചെയ്യുക. അങ്ങനെ നമ്മൾ ഡെയിലി ഒരു നേരം അല്ലെങ്കിൽ 2 നേരം മിക്സ് ചെയ്യണമെങ്കിൽ നമ്മൾ 5-6 ദിവസം പുളിപ്പിക്കാൻ വെച്ച് കഴിഞ്ഞാലും ഇതിൽ പുഴുവിൻ്റെ ശല്യം ഉണ്ടാകത്തില്ല. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ്. പുഴു ശല്യം ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ പുളിപ്പിക്കാൻ വയ്ക്കുമ്പോൾ നിർബന്ധമായിട്ട് നമ്മൾ ഡെയിലി ഇതിൻ്റെ മൂടിൽ ഇത് തുറന്നിൻ്റെ മൂട് നല്ലതുപോലെ മിക്സ് ചെയ്യണം. പാത്രത്തിൻ്റെ മൂടിലൊക്കെ ഇതിൻ്റെ മട്ടി ഇങ്ങനെ അടിഞ്ഞ് നിൽക്കും. അപ്പോൾ നല്ലതുപോലെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പുഴു ഉണ്ടാകത്തില്ല. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക.